ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് ഹരിദാസ്, കരിയർ കോച്ച്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ ഒരു സംഭവം പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഈയുടെ ഓൺലൈൻ മീഡിയകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്തയാണിത്. നിങ്ങളും ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണും. ഇത് ഞാനിവിടെ പങ്കുവയ്ക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ വളരെ വിജയകരമായി തൻ്റെ കരിയർ എങ്ങനെ കെട്ടിപ്പടുത്തു എന്നുള്ളതാണ് ഈ സംഭവം നമ്മളോട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ ദിവസവും കാണുന്ന വിദ്യാർത്ഥികളുമായി ഇദ്ദേഹത്തിൻ്റെ കഥയ്ക്കുമെല്ലാം ഒരു സാമ്യം തോന്നിയതുകൊണ്ടും ഇതിൽ നിന്ന് ചില സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഫോളോ ചെയ്യാനും ഉണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇതിവിടെ പങ്കുവയ്ക്കുന്നത്. ഉത്തർപ്രദേശിൽ ഝാൻസി എന്ന പ്രദേശത്ത് ജനിച്ച മനു അഗർവാൾ എന്ന ചെറുപ്പക്കാരൻ്റെ കഥയാണിത്. സാധാരണ ഗവൺമെൻറ് ഹിന്ദി മീഡിയം സ്കൂളിൽ പഠിക്കുകയും 10ാം ക്ലാസ്സിൽ വളരെ കുറഞ്ഞ മാർക്കോടുകൂടി അദ്ദേഹം പാസ്സാവുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഏകദേശം 60% താഴെ മാത്രമാണ് അദ്ദേഹത്തിന് മാർക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം +2 പഠിക്കുകയും +2 കഴിഞ്ഞപ്പോൾ സാധാരണ എല്ലാ വിദ്യാർത്ഥികളും ചെയ്യുന്നത് പോലെ അന്ന് എൻജിനീയറിങ്ങിന് IIT-യിലേക്കും NIT-യിലേക്കും നടക്കുന്ന എക്സാമിനേഷനായിട്ടുള്ള AIEEE, ഇന്നത് JEE എന്നാണ് അറിയപ്പെടുന്നത്, അദ്ദേഹം എഴുതുകയും പക്ഷേ ഇതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച റാങ്ക് ഏകദേശം 1.5 ലക്ഷമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും പിന്നോട്ടുള്ള റാങ്ക് ലഭിച്ചാൽ തീർച്ചയായും IIT-യിലോ NIT-യിലോ സീറ്റ് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് അടുത്തുള്ള ഒരു കോളേജിൽ BCAക്ക് പഠിക്കാനായി അദ്ദേഹം ചേർന്നു. BCAക്ക് പഠിക്കുന്ന സമയത്ത് പഠനത്തെ അത്ര വലിയ കാര്യമായൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. കോഡിങ്ങോ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഒന്നും കാര്യമായി പഠിക്കാൻ സാധിച്ചിരുന്നില്ല അദ്ദേഹം പറയുന്നു. പക്ഷേ BCA ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പഠനത്തെ ഒന്നുകൂടി വളരെ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയത്. അതിൻ്റെ ഭാഗമായി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ NIT-യിലേക്ക് MCAക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനായിട്ടുള്ള നിംസെറ്റ് എന്ന് പറയുന്ന എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് അദ്ദേഹം അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുകയാണ്. പിന്നീട് BCAയേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഈ നിംസെറ്റ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി അദ്ദേഹം പ്രിപ്പയർ ചെയ്തു. ഏകദേശം ഒരു ദിവസം 4-5 മണിക്കൂർ മാത്രം ഉറങ്ങുകയും ബാക്കിയുള്ള സമയമെല്ലാം പഠനത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആവാം റിസൾട്ട് വന്ന സമയത്ത് ഓൾ ഇന്ത്യ റാങ്കിൽ 7ാം റാങ്ക് ആയിരുന്നു അദ്ദേഹത്തിന് നിംസെറ്റിൽ ലഭിച്ചത്. അങ്ങനെ NIT-യിൽ MCAക്ക് ചേരുകയും പഠനത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതിനിടയിൽ 35ഓളം കമ്പനികളിലേക്ക് ജോലിക്ക് വേണ്ടി അപേക്ഷ അയച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ഇംഗ്ലീഷെല്ലാം വളരെ മോശമായിരുന്നു. എന്തുകൊണ്ടോ ഈ 35 കമ്പനികളിലും അദ്ദേഹത്തിൻ്റെ അപേക്ഷ നിരസിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൈക്രോസോഫ്റ്റിൽ ഇൻറ്റേൺഷിപ്പിന് മാസം 10,000 രൂപ ശമ്പളത്തിൽ അദ്ദേഹത്തിന് ഒരു നിയമനം കിട്ടുന്നത്. അങ്ങനെ ഇൻറ്റേൺഷിപ്പ് വളരെ വിജയകരമായി പൂർത്തിയാക്കിയതുകൊണ്ട് അദ്ദേഹത്തെ മൈക്രോസോഫ്റ്റ് എന്ന കമ്പനി വാർഷിക ശമ്പളം 1.9 കോടി രൂപയ്ക്ക് അപ്പോയിൻ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വിജയകഥ തുടങ്ങുന്നത്. ഏകദേശം 2 വർഷത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും പിന്നീട് കുറച്ചു കാലം ഗൂഗിളിൽ ജോലി ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഉയർന്ന ശമ്പളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് പിന്നീട് രാജിവെക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം ചേർന്ന് ട്യൂട്ടോർട്ട് അക്കാദമി എന്ന പേരിൽ ഒരു EdTech സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും കോഡിങ്ങും എല്ലാം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് അത്. ഇന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുകയും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെൻറ്റ് നൽകാൻ കഴിയുകയും ചെയ്യുന്ന വലിയ ഒരു കമ്പനിയായി അദ്ദേഹത്തിന് ആ സ്ഥാപനത്തെ വളർത്താനായിട്ട് സാധിച്ചു. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന, നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ചില പാഠങ്ങളുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, പലപ്പോഴും നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ് പുറത്തു വരുന്നത് നിരന്തരമായ പ്രയത്നത്തിൻ്റെയും വർക്കൗട്ടിൻ്റെയും ഭാഗമായിട്ടാണ്. 10ാം ക്ലാസ്സിലും +2-ലും മാത്സിൽ വളരെ കുറഞ്ഞ മാർക്ക് മേടിച്ചിരുന്ന ഇദ്ദേഹം MCA എൻട്രൻസ് എക്സാമിനേഷന് ഓൾ ഇന്ത്യ ലെവലിൽ 7ാം റാങ്ക് വാങ്ങി എന്നുള്ളതാണ്. തികച്ചും മാത്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനിൽ ഈ റാങ്കിലെത്താൻ അദ്ദേഹത്തെ സഹായിച്ചത് നിരന്തരമായ വർക്കൗട്ടാണ്. ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ മാത്തമെറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് കൃത്യമായി പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു. രണ്ടാമത്തെ കാര്യം, സ്ഥിരോത്സാഹവും കഠിന പ്രയത്നവുമാണ് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. MCAക്ക് പഠിക്കുന്ന സമയത്തും MCA എൻട്രൻസിൻ്റെ സമയത്തും ഏകദേശം 4-5 മണിക്കൂർ മാത്രമാണ് ഉറങ്ങാൻ വേണ്ടി ചിലവഴിച്ചിരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇതിൻ്റെ ഭാഗമായാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു കരിയർ കെട്ടിപ്പടുക്കാനായിട്ട് സാധിച്ചത്. മൂന്നാമത്തെ കാര്യം,
തിരിച്ചടികളിലും പിന്നോട്ട് പോകാതെ പ്രയത്നിക്കുക എന്നുള്ളതാണ്. അതിലൂടെയാണ് 35 അപ്ലിക്കേഷനുകൾ, ജോലിക്കുള്ള അപേക്ഷകൾ നിരസിക്കപ്പെട്ടിട്ടും പിന്നീട് 1.9 കോടി രൂപയിൽ മൈക്രോസോഫ്റ്റിൽ ജോലി നേടാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അടുത്തൊരു കാര്യം, നിങ്ങളുടെ നിരന്തരമായ കഠിന പ്രയത്നം അറിവിനെ മാത്രമല്ല വർദ്ധിപ്പിക്കുന്നത്, ആത്മവിശ്വാസത്തെയും വർദ്ധിപ്പിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഉയർന്ന ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തമായി ഒരു സംരംഭം കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് ആത്മവിശ്വാസവും കഴിവും ഉണ്ടായത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള മേഖലയിൽ നന്നായി വർക്കൗട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സമയവും പണവും ചിലവഴിച്ചോളൂ. ജീവിതത്തിൽ നല്ല വിജയങ്ങൾ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.